ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസ് നേതൃത്വം ഈ വിധിയെ കാണുന്നതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട പല സാഹചര്യങ്ങളും രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ വിധിയെ എങ്ങനെ കാണുന്നു? ഈ വിധി കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത് വളരെ സുപ്രധാനമായ ഒരു വിധിയാണ്. ഈ വിധി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൊതുപ്രവർത്തകർക്കും ഒരു അനുഭവ പാഠമായി തീരുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യാശ. കാരണം ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാലും അഴിമതി നടത്തി പൊതു ഖജനാവ് കൊള്ളയടിക്കുകയും പൊതുസമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നായാലും ഒരിക്കൽ പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഉദാത്തമായ ഉദാഹരണമായിട്ട് വേണം ഈ വിധിയെ കാണാൻ. അതുകൊണ്ട് അഴിമതിക്കെതിരെ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആർക്കും ഈ വിധിയെ സ്വാഗതം ചെയ്യാതിരിക്കാനാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ വിധിയെ വളരെ സന്തോഷപൂർവ്വമാണ് സ്വാഗതം ചെയ്യുന്നത്. ഇനി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വന്നാൽ, നിങ്ങൾ കഴിഞ്ഞ നാളുകളിലൊക്കെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഗവർണറുടെ നിലപാടിനെ, ആ ഗവർണർ നിലപാട് ഒരുപക്ഷെ ഇന്ന് വിധി ശശികലയ്ക്ക്, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമാണെങ്കിൽ കൂടി ശശികലയ്ക്ക് എതിരെ അനുകൂലമായിട്ടാണ് വന്നിരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുക ഇവിടെ ഗവർണറായിരിക്കും. ഇത് നേരെ മറിച്ച് വരുമ്പോൾ ന്യായീകരിക്കാനുള്ള തലം കേന്ദ്രത്തിനും BJPക്കും മുന്നിലുണ്ട്. കാരണം ഒരു കുറ്റവാളിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ മുഖ്യമന്ത്രിയാകാൻ ഉള്ള അവസരം ഒഴിവാക്കി. അതിനുവേണ്ടി ഗവർണർ കാര്യങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തുകയാണ്. ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? അല്ല, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്കല്ല ഞാൻ മുതിരുന്നത്. കാരണം വിധി ശശികലയ്ക്ക് അനുകൂലമായും എതികൂലമായി വന്നാൽ തന്നെ ചില രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിലൊന്ന്, ഈ ജയലളിതയുമായിട്ട് ഇവർക്കുള്ള ബന്ധം. ഇവരാരായിരുന്നു, ഇവരെങ്ങനെയാണ് ജയലളിതയുമായി ബന്ധപ്പെട്ടത്, ബന്ധപ്പെടുമ്പോൾ ഇവരുടെ സമ്പത്ത് എന്തായിരുന്നു, ഇവരുടെ വരുമാന സ്രോതസ് എന്തൊക്കെയായിരുന്നു, മാത്രമല്ല ഇവരുടെ ഭർത്താവ് ആരാണ്, ആ ഭർത്താവ് ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ ഭാര്യയുടെ വരുമാനത്തെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. അവർ ജയലളിതയുമായി ബന്ധപ്പെടുന്നതും ജയലളിതയുമായി അടുക്കുമ്പോഴും പ്രചരണ വിഭാഗത്തിൻ്റെ തലപ്പത്ത് ജയലളിത AIADMKയിൽ വരുമ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായി പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് വരും, പാർട്ടിക്ക് പരിപാടികൾ വരും. അപ്പോൾ ആ പ്രൊപ്പഗൻഡയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവരുടെ സഹായം, ഇവരുടെ സേവനം ജയലളിത ഉപയോഗിക്കുകയും ജയലളിത ആരാണെന്നും എന്താണെന്നും ശരിക്കും മനസ്സിലാക്കി ഇവർ ജയലളിതയൊപ്പം കൂടുകയും ചെയ്തത് ഒരു വലിയ പ്ലോട്ടിൻ്റെ, ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവർ ജനിച്ച മന്നാർക്കുടി, ആ മന്നാർക്കുടിയിലെ മാഫിയ, ഇവരുടെ ഭർത്താവ്, ഇവരുടെ സഹോദരന്മാർ, ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഈ ജയലളിതയുമായി ബന്ധപ്പെട്ട് അവർ മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ വരികയും കേവലം ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ ഭാര്യ അല്ലെങ്കിൽ അത്താഴപ്പട്ടിണിക്കാരിയായ ഒരു സ്ത്രീയെ ഇത്രയും കോടികൾ എങ്ങനെ സമ്പാദിച്ചു എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇതെല്ലാം അഴിമതിയിലൂടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് ജയലളിത കണ്ടുപിടിച്ചിട്ട് ഈ 15 എണ്ണത്തിനെ അവിടുന്ന് അടിച്ചു പുറത്താക്കിയിട്ട് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. അപ്പം തിരിച്ചു വരുന്ന ശശികലയ്ക്ക് ഒരു രാഷ്ട്രീയ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ. അതിനുശേഷം അന്ധമായി ജയലളിതയെ വിശ്വസിപ്പിച്ച് അവരെ ഇവരുടെ മരണം ഒരു സ്വാഭാവികമായ മരണമാണെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. ആ മരണം ദുരൂഹമാണ്. ആ മരണം, ഞാൻ ചോദിക്കട്ടെ, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അസുഖം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ ആ മുഖ്യമന്ത്രിയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാരെ അവരെ കാണിക്കുന്നില്ല. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ചുമതല മറ്റൊരാൾക്ക് കൊടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നു. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ആളിന്, മുഖ്യമന്ത്രിയായ ഒരു സ്ത്രീക്ക് അസുഖം വരുമ്പോൾ അവരെ കാണാൻ അനുവദിക്കുന്നില്ല, ക്യാബിനറ്റിലെ സഹപ്രവർത്തകരെ കാണാൻ അനുവദിക്കുന്നില്ല, കേന്ദ്രമന്ത്രിമാർ വന്നിട്ട് അവരെ കാണാൻ അനുവദിക്കുന്നില്ല, രാഹുൽ ഗാന്ധി വന്നിട്ട് കാണാൻ അനുവദിക്കുന്നില്ല. എന്ത് മാരകമായ രോഗമാണ് ഈ നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ ഈ ആക്ടിംഗ് ചീഫ് മിനിസ്റ്റർക്ക്? അദ്ദേഹത്തിന് എന്തെങ്കിലും മാരകമായ രോഗമുണ്ടോ ഈ രോഗം പടരാൻ? ഈ മന്ത്രിമാർക്ക് എന്തെങ്കിലും മാരകമായ രോഗമുണ്ടോ? ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ജയലളിതയ്ക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ മെഡിക്കൽ ബുള്ളറ്റിൻ, ഇതൊക്കെ വളരെ ദുരൂഹമാണ്. ലണ്ടനിൽ നിന്നൊരു ഡോക്ടറെ കൊണ്ടുവരിക, അതും സർക്കാരിൻ്റെ ചെലവിൽ. 5.5 കോടി രൂപയാണ് ഈ സ്ത്രീ ഒരു മുഖ്യമന്ത്രിയുടെ ചികിത്സയ്ക്ക് വേണ്ടി എഴുതിയെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ മരണത്തെക്കുറിച്ച് ആരും ഒരു സംശയവും പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ ലണ്ടനിൽ നിന്ന് വീണ്ടും ഡോക്ടറെ വരുത്തി ഹോസ്പിറ്റൽ അതോറിറ്റിയെ കൊണ്ട് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കി, അല്ലെങ്കിൽ ഈ മരണത്തിൽ യാതൊരു ദുരൂഹതയുമില്ല, ഇതൊരു നാച്ചുറൽ ഡെത്താണെന്ന് വരുത്തി തീർത്തു. അപ്പോൾ വളരെ സംശയപരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ശശികല. മാത്രമല്ല ഈ മരണത്തിന് ശേഷം നടന്ന ഓരോ സംഭവങ്ങളും, അർദ്ധരാത്രിയിൽ പന്നീർശെൽവത്തെ കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു, പോയിസ് ഗാർഡൻ പിടിച്ചെടുക്കുന്നു, അവിടെ താമസമാക്കുന്നു,
ജയലളിതയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ മുഴുവൻ അവരുടെ അധീനതയിൽ വന്നു ചേരുന്നു. അതിനുശേഷം ജനറൽ സെക്രട്ടറി ആകുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്നത് ഭരണഘടനാപരമായ വിഷയത്തിന് അതീതമായി അപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അത് വെച്ച് പറഞ്ഞാൽ ഞാൻ പനീർശെൽവം മുഖ്യമന്ത്രി ആകണം എന്ന് അഭിപ്രായമുള്ള ഒരാളാണ്. പക്ഷെ അത് നിലനിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയാം, തമിഴ്നാട്ടിൽ DMK ആണ് ഏറ്റവും വലിയ പാർട്ടി, 135 പേര്. അതിൽ മുഖ്യമന്ത്രി മരിച്ചു, ബാക്കി 134. ആ 134 പേര് ഇപ്പോൾ ഈ പറയപ്പെടുന്ന ശശികലയുടെ കസ്റ്റഡിയിലാണ്. അപ്പം ശശികലയുടെ കസ്റ്റഡിയിലാണെന്ന് പറയുമ്പോൾ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി അവരെ തെരഞ്ഞെടുത്ത് കൊടുത്തു. അവർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഇന്ന് ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ 100 കോടിക്ക് സമാധാനം പറയണം. ഇവർക്കിപ്പോൾ 10 കോടി രൂപ അടച്ചാൽ മതി, 100 കോടിയാണ്. പക്ഷേ അണിയറയിലെ സംസ്ഥാനം 10 കോടിയല്ല 100 കോടിയുമല്ല, 20,000 കോടിയുടെ സമ്പത്താണ് ജയലളിത ആർജിച്ചിരിക്കുന്ന. ആ സമ്പത്ത് മുഴുവൻ ഈ സ്ത്രീയുടെ കയ്യിലാണ്. ഇത് കൈക്കലാക്കാനും ഇത് നിലനിർത്താനുമാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ശശികലയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുഖ്യമന്ത്രി ആയേ മതിയാകൂ. അപ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള സകല കുറുക്കു വഴികളും അവർ കണ്ടെത്തി. ഇവിടെ കുറുക്കു വഴികൾ കണ്ടെത്തുമ്പോൾ നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടന വെച്ച് നമ്മൾ ചർച്ച ചെയ്താൽ എന്തിൻ്റെ കോടാനുകോടി രൂപ കൊടുത്തിട്ടായിരിക്കാം, MLA മാരെ തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിട്ടായിരിക്കാം. എന്തായാലും MLA മാർ കഴിഞ്ഞ കുറേ ദിവസമായി അവരോടൊപ്പമാണ്. ഈ 134 എന്നുള്ളത് കുറഞ്ഞ് ഇപ്പം ഏറ്റവും അവസാനം 123 പോട്ടെ, 120 അതുമില്ല, 117. അങ്ങനെയാണെങ്കിൽ തന്നെ MLA മാരുടെ ഭൂരിപക്ഷം ഇപ്പോൾ ശശികലയുടെ കൂടാണ്. അപ്പോൾ ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, മുഖ്യമന്ത്രി ഭരിക്കുന്നു, ഒരു ചീഫ് മിനിസ്റ്റർ വരുന്നു, അദ്ദേഹം രാജി കൊടുക്കുന്നു, ഗവർണർ സ്വീകരിക്കുന്നു, പകരം പാർലമെന്ററി പാർട്ടി നേതാവായി ശശികലയെ തെരഞ്ഞെടുക്കുന്നു. അവർ എത്ര കോടി രൂപയുടെ തട്ടിപ്പ് കേസിലെ പ്രതിയാന്നുള്ള കാര്യമൊന്നും ഗവർണർ അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പല കാര്യങ്ങളും ചെയ്യാറുള്ള വിവേചനാധികാരം അവിടെ ഒരു വ്യക്തമായ വീഴ്ച പറ്റിയിട്ടുണ്ട്, താങ്കൾ സമ്മതിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഗവർണർ ഈ സ്ത്രീയെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അന്ന് സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ ഇന്ന് ഈ കോടതി വിധി വന്നാൽ ഇന്ന് അവർ രാജിവെച്ചല്ല പറ്റൂ. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അവിടെയാണ് കേന്ദ്രം നിങ്ങളുടെ ഇടപെട്ടുള്ള തിരക്കഥയ്ക്ക് വിധേയനാകുകയാണ് ഗവർണർ എന്ന സംശയം ഉന്നയിക്കുകയും രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് നേതൃത്വമടക്കം പ്രസ്താവനകൾ അനുദിനം ഇറക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഒരു ഫ്ലോർ ടെസ്റ്റ് അടക്കം കൺമുന്നിലേക്ക് വരുന്ന നമ്പർ സാഹചര്യങ്ങളെ വെച്ച് ഇടപെടാതെ ഇനിയും എന്തിനിങ്ങനെ കാലതാമസം? അതാണ് ചോദ്യശരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണ മേനോൻ. അല്ല, ഇവിടെ എൻ്റെ സുഹൃത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞതനുസരിച്ച് ഒരു വലിയ അധോലോക സംവിധാനത്തിൻ്റെ ചുരുളുകളാണ് അദ്ദേഹം ഇവിടെ വിശദീകരിച്ചത്. ആ ഒരു കാഴ്ചപ്പാടിൽ ഏതാണ്ട് ഭൂരിപക്ഷം MLA-മാരെ ഒരു വ്യക്തിയുടെ കസ്റ്റഡിയിലാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ സ്വതന്ത്രമായി എന്തായാലും ഇന്ന് MLA-മാർക്ക് നിലപാടെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുപക്ഷെ ദൈവാധീനം കൊണ്ടാണെങ്കിൽ പോലും ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഒരു സൗഭാഗ്യം എന്ന നിലയിൽ ഒരവസരം കൈവന്നിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ആ നിലയിൽ ഒരവസരം വന്നപ്പോൾ തീർച്ചയായും ഗവർണർ ഈ ഭരണഘടനയുടെ എല്ലാ മാന്യതയും മര്യാദയും പുലർത്തിക്കൊണ്ട് തന്നെ ആ ഭൂരിപക്ഷ MLA-മാരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് അവരുടെ ലീഡറായിട്ടുള്ള, കാരണം ഇപ്പോൾ ഇവിടെ വിശദീകരിച്ചതിൽ തന്നെ സൂചിപ്പിച്ചല്ലോ, ശ്രീ ഉണ്ണിത്താൻ സൂചിപ്പിച്ചു ശശികല എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി ആയത്, ശശികല എങ്ങനെ. അപ്പം ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണഘടനയോ അല്ലെങ്കിൽ അതിന്റെ ഗവർണറുടെ പരിധിയിലേക്ക് വരുന്നില്ലല്ലോ. ഗവർണർ അവിടെ പോട്ടെ, ഈ വിധി വരുന്നത് ഇന്നാണല്ലോ. ഇതിനു മുൻപ് നിലനിൽക്കുന്നത് ഹൈക്കോടതി. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ഇതിന് മുമ്പ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം നിലനിന്നത് ഹൈക്കോടതിയുടെ വിധിയാണ്. അതായത് ശശികല കുറ്റക്കാരിയല്ല. ആ വിധി നിലനിൽക്കെ ഇങ്ങനെ ഒരു നിലപാട് ഗവർണർ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ? ഇതൊരു തെറ്റായ ഒരു കീഴ്വഴക്കത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നില്ലേ? നമ്മൾ ഭരണഘടനാപരമായി ചിന്തിക്കുമ്പോഴുള്ള വീഴ്ച, അതാണ് ഉണ്ണിതാൻ ചോദിച്ചത്. അല്ല, ഒരിക്കലും ഭരണഘടനാപരമായി ചിന്തിക്കുമ്പോൾ ഇതൊരു വീഴ്ചയല്ല. ജനാധിപത്യത്തിൽ ഗവർണർക്ക് വലിയ ബാധ്യതയുണ്ട്. അദ്ദേഹം സാഹചര്യങ്ങൾ വിലയിരുത്താൻ ബാധ്യതപ്പെട്ട ആളാണ്. ഇപ്പോൾ സുപ്രീം കോടതി വിധി വരുന്ന ഒരു ഇപ്പോൾ ലാവ്ലിൻ കേസിൽ പ്രതിയായിട്ടുള്ള പിണറായി വിജയനെതിരെ വിധി വരുമോ എന്നുള്ള നിലയിലുള്ള ഒരു വിധിയല്ല ഇത്. ഇതിനെ സംബന്ധിച്ച് ഇത് ഉടനെ വരും എന്ന് വ്യക്തമായ ഒരു സൂചന
ഈ ഒരു ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. നമ്മൾ ഓർക്കണം, കാരണം കർണാടകത്തിൻ്റെ ഗവൺമെൻറ്റാണ് ഈ കാര്യത്തിൽ അപ്പീൽ കൊടുത്തത്. അപ്പോൾ ആ നിലയിൽ ഇതിനെ വിധി ഉടനെ ഉണ്ടാകും എന്നൊരു സാഹചര്യം പുറത്തു വരികയും അതറിഞ്ഞുകൊണ്ട് തന്നെ ഗവർണർ ഈ തരം ഒരു വ്യക്തിയെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ 20,000 കോടിയോ അല്ലെങ്കിൽ അതിലേറെ വലിയ കോടികളോ അഴിമതി കാണിച്ചിട്ടുള്ള സ്വരൂപിച്ചു വെച്ചിട്ടുള്ള ഒരാളെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ BJPയെയും ഗവർണറെയും വേറൊരു തരത്തിലായിരുന്നു ഇന്നത്തെ ഈ ചർച്ചകളിൽ ചിത്രീകരിക്കപ്പെടുക എന്ന യാഥാർത്ഥ്യം കൂടി അനുസ്മരിക്കുവാൻ രാധാകൃഷ്ണൻ, നമ്മൾ ഈ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്തൊരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല. നമ്മളിവിടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഈ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ പേരിൽ 100 കോടിയുടെ അഴിമതി ആരോപണമാണ്. 100 കോടിയാണ് അവർ അടയ്ക്കണമെന്നോ, ഇവർ 10 കോടി അടച്ചാൽ മതി. 66 കോടി രൂപയാണ് ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ മുഖ്യമന്ത്രി സ്ഥാനം ഇന്ന് രാജിവെക്കണ്ടേ? ഞാൻ പറഞ്ഞത്, കർണാടകത്തിലെ കോടതി അവരെ ശിക്ഷിച്ചപ്പോൾ ആത്മാഹൂതിക്ക് തയ്യാറായ, അഴിമതി കേസിൽ പ്രതിയായ ഒരു മുഖ്യമന്ത്രിയെ ഒരു കോടതി ശിക്ഷിക്കുമ്പോൾ ആത്മാഹൂതി ചെയ്യാൻ തയ്യാറായ ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അഴിമതിക്ക് യാതൊരു പ്രസക്തി അവിടെ ഇല്ല. ജയലളിത ഈ ശശികലയുടെ 10 ഇരട്ടി, ജയലളിത അഴിമതിയിലൂടെ ഉണ്ടായ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയെന്ന് പറഞ്ഞ കണക്ക് ജയലളിത അവിടെ ഭരണാധികാരത്ത് ഉണ്ടാക്കിയ സർവ്വ സ്വത്തുക്കളും തട്ടിയെടുത്തോണ്ട് പോയി ശശികല. അത് തട്ടിയെടുക്കാനാണ് തൻ്റെ ഭർത്താവിനെ പോലും ഉപേക്ഷിച്ചിട്ട് ജയലളിതയുടെ ദാസ്യവൃത്തി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് രേഖാമൂലം എഴുതി കൊടുത്ത് അവരാ വീട്ടിൽ കയറിയത്. ഇപ്പോൾ സകല സ്ഥാവര ജംഗമ വസ്തുക്കളും അവരുടെ കയ്യിലായി. ഞാനിവിടെ പറഞ്ഞത്, ജയലളിത കുറ്റാരോപിതയായി, കുറ്റത്തിൽ നിന്ന് വിമുക്തയായപ്പോൾ ഉടൻ തന്നെ അവർ പനീർശെൽവം രാജിവെച്ച് അവർ മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ? ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യിച്ചില്ലേ? അത് വെച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ശശികലയ്ക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ വിധി, കർണാടക ഗവൺമെന്റ് കൊടുത്ത അപ്പീലിന്റെ അടിസ്ഥാനത്തിൽ വിധി, ആ വിധി ഗണിച്ചെടുക്കാൻ കർണാടകത്തിലെ ഗവർണർക്കോ BJPക്കോ പാനൂർ പടിയിലെ ജ്യോത്സ്യം വെക്കുന്ന വല്ല പണിയുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇതായിരിക്കും സുപ്രീം കോടതിയുടെ വിധിയെന്ന് ഗണിച്ചെടുക്കാൻ. അപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുമെന്നല്ലാതെ ആ വിധി ശശികലയ്ക്കെതിരായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ജ്ഞാനദൃഷ്ടി ഗവർണർക്കുണ്ടോ, BJPക്കുണ്ടോ? അപ്പോൾ നമ്മളെ സ്വാഭാവികമായി ഒരു സംസ്ഥാനത്ത് നടന്ന ഭരണഘടനാപരമായ നടപടി, അവർ അഴിമതിക്കാരിയാണ്, ഇനി അവരെക്കാൾ 10 ഇരട്ടി അഴിമതിക്കാരിയായ ജയലളിതയെ സത്യപ്രതിജ്ഞ ചെയ്തില്ലേ അവിടുത്തെ ഗവർണർ? അപ്പോൾ 100 കോടി ആണ് അവരുടെ അഴിമതി, അവർ 66 കോടി അടയ്ക്കാൻ പറഞ്ഞു. 20,000 കോടിയുടെ അഴിമതി ഉണ്ടെന്നാണ് അവിടുത്തെ ജനസംസാരം. അപ്പോൾ 10 കോടി എവിടെ നിൽക്കുന്നു, 66 കോടി എവിടെ നിൽക്കുന്നു, 100 കോടി എവിടെ നിൽക്കുന്നു, 20,000 കോടി. അപ്പൊ ജയലളിതയെ പോലെ ഒരു വലിയ അഴിമതിക്കാരിയെ ഗവർണർ കോടതിയിൽ നിന്നൊരു വിടുതൽ വന്നപ്പോൾ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത സംസ്ഥാനത്ത് ഒരു കേസിലും ഇപ്പോൾ ഗവൺമെന്റ് അപ്പീൽ പോയ വേറെ കാര്യം, അവരെ കുറ്റവിമുക്തയാക്കിയിരിക്കുകയാണ് കോടതി ജയലളിതയോടൊപ്പം. ജയലളിതയെ കുറ്റവിമുക്തയാക്കിയപ്പോഴാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇപ്പോൾ ശശികലയ്ക്ക് ഭരണഘടനാപരമായി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഒരു തടസ്സവും ഗവർണർ കാണേണ്ട. അവിടെയാണ് എടുത്ത തീരുമാനത്തിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി കാണേണ്ടത് BJPയുടെ ഇടപെടലെന്ന് സംശയിക്കേണ്ടി വരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ മടങ്ങിയെത്ത അഡ്വക്കേറ്റ് ജെയ്മോൻ, സുപ്രീം കോടതി അഭിഭാഷകൻ, നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജെയ്മോൻ, അതായത് ഈ വിധിയെ ശ്രേഷ്ഠമെന്നും സവിശേഷമെന്നും ഒക്കെ തന്നെ നമ്മൾ അവകാശവാദം ഉന്നയിച്ച് വിശേഷിപ്പിക്കുമ്പോഴും നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഒരു അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത്, ഇത്ര വർഷമെടുത്ത് ഇത്രത്തോളം, അത് ഒന്ന് ആലോചിക്കണം, ഒരു മനുഷ്യന് 23 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ഇത്രയും ഒരു സമയദൈർഘ്യമൊക്കെ ഇതിൻ്റെ ന്യൂനതകളാണ്. ആണെങ്കിൽ കൂടിയും മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഈ വിധിയെ താങ്കൾ എങ്ങനെയാണ് വായിച്ചെടുക്കുന്നത് ശ്രീ ജെയ്മോൻ? തീർച്ചയായും ഈ കാലതാമസം എന്ന് പറയുന്നത് നമ്മൾ പല കാലഘട്ടത്തിൽ സൂര്യനെല്ലി കേസിലടക്കം ഒരുപാട് കേസിൽ, സെൻസേഷണലായ ഒരുപാട് കേസിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ ഇതിൽ ഈ കൈരളി ചാനലിൽ മുമ്പ് പറഞ്ഞിട്ട്, കാലതാമസം നമ്മുടെ ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ശാപമാണ്. അത് തീർച്ചയായും അത് മറികടക്കാനുള്ള മാർഗങ്ങൾ ജുഡീഷ്യറി വളരെ കാര്യക്ഷമതയോടുകൂടി ചെയ്യണം. ഈ കേസിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും, ഈ കേസിൽ കാലതാമസം ജുഡീഷ്യറിയെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾക്ക് ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ട്, ഏറ്റവും നിർണായകമായി ഇതിനകത്ത് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനമാണ് ഇതിൽ അന്തിമമായി ഇതിനൊരു കൺവിക്ഷനിലേക്ക്, ഒരു ശിക്ഷയിലേക്ക് ഈ കേസിലെത്തിയത്. അത് തമിഴ്നാട്ടിൽ നിന്ന് ഇതിൻ്റെ വിചാരണ ബാംഗ്ലൂരിലേക്ക് മാറ്റുക എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി സാധിക്കും, ജയലളിത അധികാരത്തിൽ നിന്ന് പുറത്തിരുന്ന സമയത്ത്
വിസ്തരിച്ച മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ കേസിലുണ്ടായി. പിന്നീട് ജയലളിത അധികാരത്തിൽ വന്നപ്പോൾ അവർ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് വിറ്റ്നസിനെ, ഈ സാക്ഷികളെ മുഴുവൻ പുനർവിചാരണ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർ മുഴുവൻ മിക്കവാറും പേർ പ്രോസിക്യൂഷനെതിരായി പിന്നീട് മൊഴി കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സാഹചര്യങ്ങൾ ഒരുപാട് 236 സാക്ഷി, 236 ആണെന്നാണ് എനിക്ക് ഓർമ്മ, അത്രയും സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ട് 4 പ്രതികൾക്ക് വേണ്ടി 4 അഭിഭാഷകർ ഹാജരായിക്കൊണ്ട് ഈ ട്രയൽ നടത്തിയപ്പോൾ ഇതിൽ കാലതാമസം ഉണ്ടായി എന്നുള്ളതൊരു സാധാരണയാണ്. ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ നിയമം മുഴുവൻ ഒരു പ്രതിക്ക് കേൾക്കാനുള്ളത് മുഴുവൻ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് ആത്യന്തികമായി നീതി നടപ്പാക്കാനുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ നിയമ സംഹിതകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൽ ഈ കാലതാമസം എന്ന് പറയുന്നത് നമുക്കറിയാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധി നടപ്പാക്കലാണ് ഡൽഹി മാനഭംഗ കേസിലെ വിധി. പക്ഷേ ഇപ്പം നിങ്ങൾക്കറിയാൻ വേണ്ടി സുപ്രീം കോടതിയിൽ അത് ശനിയാഴ്ചകളും കൂടി കേട്ടുകൊണ്ട് വളരെ സമയതാമസം എടുത്തുകൊണ്ട് പ്രതിയുടെ കൂടി നീതി ഉറപ്പാക്കിക്കൊണ്ടുള്ള നിയമ സംവിധാനമാണ് നമുക്ക് നിലവിലുള്ളത്. ഭാഗ്യവശാൽ നമ്മൾ ആ നിയമ സംവിധാനത്തിൽ നീങ്ങുമ്പോൾ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമങ്ങൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടാകുമ്പോൾ കാലതാമസത്തിന്റെ പേരിൽ ഒരു വിധിയെ ശ്രേഷ്ഠമല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷേ ഏറ്റവും നന്നായി ഈ കാലതാമസത്തിൽ പ്രതികളും കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ നടപടിക്രമങ്ങൾ അവർക്ക് താമസം വരുത്തുന്നതിൽ ഇപ്പം ഞാനൊരു വളരെ ഉദാഹരണമായിട്ട് പറയാം. ഈ കേസിന്റെ വിധി 1 വർഷത്തേക്ക് താമസിപ്പിക്കും എന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ചാൻസ് ശശികലയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വിധി അവർക്ക് എതിരാകുമെന്ന് അവർ പ്രതീക്ഷിക്കാതിരുന്ന ആ വിധി ഉണ്ടാകുന്നതിന് മുമ്പ് അവർ അതിനുള്ള നടപടിക്കെടുക്കും. ഒരു സാധ്യതയില്ല. ജഡ്ജ്മെന്റ് റിസർവ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും സുപ്രീം കോടതിക്ക് ഈ കേസിൽ വിധി വ്യക്തമാണ്. ശ്രീമതി ടി ടി ഉഷ, അതായത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെ ഇനി നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഒന്ന്, അടിപതറി ഒരു വിഗ്രഹം തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. വിഗ്രഹമില്ലാതെ ഈ പറയുന്ന രീതിയിൽ നടരാജന്റെ വഴികളിലൂടെയൊക്കെ നയിച്ചു പോകുന്ന പളനിസ്വാമി ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമെന്നാണോ കാണേണ്ടത്? ക്യാമ്പുകൾ ശശികല ഇല്ലാതെ പോകുന്ന AIADMKയുടെ അല്ലെങ്കിൽ നാഥനില്ല, ശശികലയോ അല്ലെങ്കിൽ ജയലളിത ഇല്ലാതെ പോകുന്ന AIADMK എങ്ങനെയായിരിക്കും? ഒരു ഛിന്ന ഭിന്നമാകുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ? വരാൻ പോകുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾ എങ്ങനെ? തീർച്ചയായും ഇങ്ങനെ പോയാൽ AIADMKയുടെ ഒരു അസ്തമനം തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു കെട്ടുറപ്പുള്ള ഒരു 10-26 വർഷം വളരെ ഭംഗിയായിട്ട് ഭരണം നടത്തിയ ഒരു ഭരണാധികാരിയായിരുന്നു ജയലളിത. അഴിമതി അതവിടെ മാറ്റിവെക്കാം, കാരണം അവരേതായിട്ടുള്ള ഒരു പേഴ്സണൽ നിയമവുമായിട്ട് യുദ്ധം ചെയ്തോട്ടെ. പക്ഷേ ജനങ്ങൾ 7 കോടി ജനങ്ങൾ അംഗീകരിക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയായിരുന്നു അവർ. കാരണം ജനങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ജനങ്ങളെ കൈകളിൽ അവർ എത്തിച്ചു കൊടുത്തിരുന്നു. അതാണ് ഭരണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവർ സത്യമായിട്ടും അവരുടേതായിട്ടുള്ള ഒരു പേര് അവരുണ്ടാക്കിയെടുത്തു അവസാന കാലഘട്ടം വന്നപ്പോഴത്തേക്കും. പക്ഷേ ഇതെല്ലാം മാറ്റിമറിച്ചത് അമ്മയുടെ 77 ദിവസത്തെ ഹോസ്പിറ്റൽ വാസം. ഈ 77 ദിവസം കൊണ്ട് അവിടെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് മുതൽ ഇന്ന് വരെ AIADMKയുടെ അടിത്തറയാണ് ഇളകിയത്. അതിൻ്റെ ബേസ്മെന്റ് തകർന്നു. പിന്നീട് ആ തകർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ 77 ദിവസം അമ്മയെ മറച്ചു വെച്ചു. അമ്മയെ മറച്ചു വെക്കാതെ ശശികല എന്ന് പറയുന്ന ഇപ്പോഴത്തെ ശശികല അമ്മ അവരെ സുതാര്യതയിലൂടെ 77 ദിവസം CC ക്യാമറ വഴിയെങ്കിൽ പോലും ജനങ്ങളിലോട്ട് അവരുടെ അന്നന്നത്തുള്ള കാരണ സഹിതമായിട്ടുള്ള അവരെ ആ ഒരു ശരീരത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾ പുറത്ത് കാണിച്ചിരുന്നു എങ്കിൽ പോലും ഇന്ന് ഇങ്ങനെ ഒരു വിധിയെ നേരിട്ടിട്ട് അവർ പോകേണ്ടി വരില്ലായിരുന്നു. കാരണം വളരെ വ്യക്തമാണ്, അമ്മ എന്ന് പറയുന്ന മഹാമേരുവിനെ, ഇത്രയും വലിയ ഒരു പർവ്വതത്തെ, കാരണം 3ാം മുന്നണിയാണ് ഇന്ത്യയിലെ, അവരാണെങ്കിൽ ഒരു ഉരുക്ക് വനിതയാണ്, അവരെ മറച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശശികല അമ്മ മുഖ്യമന്ത്രിയായി വന്നാൽ എന്ത് സംഭവിച്ചുകൂടാ നമ്മുടെ ഇന്ത്യയിൽ? ഇന്ത്യയിലാണ് നമ്മുടെ തമിഴ്നാട് ഇരിക്കുന്നത് എന്ന് ഓർക്കണം. എന്തായാലും ഈ ശശികല മാറിക്കഴിഞ്ഞു, ഇനി പളനിസ്വാമി അത് അംഗീകരിക്കുമോ നിങ്ങൾ? അതായത് നിങ്ങളൊക്കെ AIADMKക്കാർ വിമത സ്വരം ഉന്നയിച്ച ശശികലയുടെ വരവിനെ കുറിച്ചാണ്. ഇനി പളനിസ്വാമിയുടെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ജനങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരൊക്കെ ശശികല എന്ന് അതായത് പനീർശെൽവത്തെ നേരത്തെ മുൻനിർത്തി ജയലളിത കളിച്ചതുപോലെ ആ ഒരു കളി തന്നെ ആയിരിക്കുമെന്ന്
എല്ലാവർക്കും തീർച്ചയായും. വായിച്ചെടുക്കാം. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷമായി OPS ഇവിടെ മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ AIDMK വന്നിട്ട് അദ്ദേഹം പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ കൊണ്ട് ഇന്ന് വരെ ഒരു തോൽവി അറിയാത്തൊരു മനുഷ്യൻ. രണ്ടാമത്തത് ഒരു അഴിമതി കേസിലും ഇതുവരെ പബ്ലിക്കിൽ ഒരു കേസോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതോ അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. സൗമ്യ സ്വഭാവക്കാരൻ. ഈ സൗമ്യ സ്വഭാവക്കാരനായതുകൊണ്ടാണ് അദ്ദേഹത്തെ കൊള്ളില്ല എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലുള്ള മറ്റ് MLA-മാരും MP-മാരും തള്ളിക്കളഞ്ഞത്. പക്ഷേ അദ്ദേഹം ഇന്ന് ഒരു ഏബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായി തിരിച്ചു വന്നിട്ടുണ്ട്. ഏതായാലും ആ ഒരു ഊർജം എവിടുന്ന് കിട്ടി? ആ ഒരു ഊർജം രാജിവെച്ച് കാണിച്ച ഒരു പക്ഷേ ഇന്ന് മണ്ടത്തരമെന്ന് പനീർശെൽവം പറയുന്ന ആ നിമിഷമൊക്കെ കഴിഞ്ഞ് ഒരു ഊർജം ഇങ്ങനെ ഊഷ്മാവ് കിട്ടണമെങ്കിൽ അതിന് പിന്നിലുള്ള സോഴ്സ് എന്താണ്? പിന്നില് ഞാൻ അറിഞ്ഞെടുത്തോളം OP പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് നിർബന്ധിച്ചിട്ടൊരു രാജി, നിർബന്ധിച്ച് ആ പിന്നെ ഇതില് പോയസ് ഗാർഡനിൽ എത്തിയപ്പോ അതല്ല, എല്ലാവരും പറയുന്നത് പോലെ BJP നേതൃത്വവുമായിട്ടുള്ള അടുപ്പം, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. നിർബന്ധിച്ചിട്ടുള്ള ഒരു രാജി, നിർബന്ധിച്ച് രാജിവെച്ച് അദ്ദേഹം ആ ഒരു നിമിഷത്തിൽ പുറത്തു വന്നപ്പം തമിഴ്നാട് എന്ന് പറയുന്നത് കത്താൻ നിൽക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് ഞാനും കൂടെ രാജിവെച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ തമിഴ് മക്കളുടെ അവസ്ഥ എന്തെന്ന് ചിലപ്പോൾ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. നേരെ പോയത് അമ്മയുടെ ശവകുടീരത്തിലാണ്. അവിടെ ഇരുന്നിട്ട് അങ്ങനെ സ്വയം ഒരു ഊർജ്ജം, അത് എന്ത് ഊർജ്ജമോ ആകട്ടെ, ഈ മക്കളെ രക്ഷപ്പെടുത്തുക, അവർ വിശ്വസിച്ച് വോട്ട് തന്ന് ഞങ്ങളെ ഇവിടെ ഭരിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന 7 കോടി ജനങ്ങളോടുള്ള ഒരു കടമ അദ്ദേഹം. അതിന് എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി വരുന്നിടത്ത് വെച്ച് കാണാമെന്നൊരു തീർച്ചയായും അതിലെ രാഷ്ട്രീയ യുക്തി കൂടി പരിശോധിക്കണം. ശ്രീ രാധാകൃഷ്ണ മേനോൻ, അതായത് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു, അതായിരുന്നു BJP-യുടെ പ്രതികരണം. ഇനി ഒരു നിലപാടിലേക്ക് എടുക്കേണ്ട സമയമായിട്ടുണ്ടോ, അതോ ഇനിയും കരുതലിലൂടെ എന്താണ് അവിടെ സ്റ്റേറ്റിൽ സംഭവിക്കാൻ പോകുന്നത്? മുന്നണികളൊക്കെ മാറി മറിയട്ടെ, AIDMK സ്പ്ലിറ്റ് ആകുമോ? എന്താണ് BJP ഒരു രാഷ്ട്രീയ പ്രതികരണം വരുന്നില്ലല്ലോ BJP-യുടെ? അല്ല, ഇവിടെ നേരത്തെ തന്നെ ഗവർണറെ പോലും സംശയിക്കുന്ന രീതിയിൽ പലരും വിലയിരുത്തുന്നത് കേട്ടു. സത്യത്തിൽ നമ്മൾ വസ്തുതകളെ സത്യസന്ധമായി ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് ഗവർണർ കാത്തു എന്നൊരു വസ്തുതയാണ്. അദ്ദേഹം അങ്ങനെ കാത്തില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന റിയാക്ഷൻ 1. 2, അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്യാൻ ഇപ്പോൾ ശശികലയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ശശികലയെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം അനുവദിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വിധി വരാനിരിക്കുമ്പോൾ അതും വളരെ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്നു. അപ്പോൾ അതിനെന്തോ ശരിയോ തെറ്റോ അത് വരട്ടെ എന്ന് കാത്തിരിക്കുന്നത് ഒരു വലിയ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് അതേക്കുറിച്ച് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത് ഇവിടെ സൂചിപ്പിച്ച ഇനിയുള്ള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തീർച്ചയായിട്ടും തമിഴ്നാട് ആകെ ഉണ്ടായിരിക്കുന്ന ഒരു അനിശ്ചിതാവസ്ഥ, DMK-യിൽ ഉണ്ടായിരിക്കുന്ന അനിശ്ചിതാവസ്ഥ, ഈ അനിശ്ചിതാവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും അറുതി വരണം. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ അവരുടെ ഭൂരിപക്ഷം DMK-ക്ക് വളരെ കൃത്യമായിട്ടുണ്ട്. പെട്ടെന്ന് കടന്നു വരാൻ പറ്റിയ രീതിയിലുള്ള മണ്ണാണോ BJP കടന്നു വരാൻ പറ്റിയ മണ്ണാണോ ഈ ദ്രാവിഡ രാഷ്ട്രീയം, ആ ഒരു ഭൂമിക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? അല്ല, BJP-യെ സംബന്ധിച്ച് BJP-ക്ക് ഇപ്പോഴത്തെ സാഹചര്യമല്ല, നേരത്തെ സാഹചര്യത്തിൽ BJP-ക്ക് അവിടെ പല പ്രദേശത്തും BJP MLA-മാർ ജയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളായ DMK-യെയും DMK-യെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ദശാബ്ദങ്ങളായി കഴിയുന്നത്. അവിടെ BJP-ക്കും കോൺഗ്രസിനും പോലും പ്രസക്തിയില്ലാത്ത സാഹചര്യമാണെന്നുള്ളത്. കോൺഗ്രസിനും വളരെ കുറച്ച് സീറ്റിലേ ഉള്ളൂ. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് വളരെ ഏറ്റവും പ്രബലമായ കക്ഷിയായിരുന്നു, അവിടെ ഏറ്റവും ശക്തമായ കക്ഷിയായിരുന്നു കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ള ആ കോൺഗ്രസ് പോലും അപ്രസക്തമായി പോയ പ്രാദേശിക രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിൽ നടന്നത്. അപ്പോൾ ആ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിനിടയിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ ശുദ്ധി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഈ വലിയ ഒരു അഴിമതിയുടെ അന്തരീക്ഷമുണ്ടായിട്ടും ആ തരത്തിലുള്ള ആളുകളെപ്പോലും വഹിക്കേണ്ടി വരുന്ന ഒരു ജനത
അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് അവസരമില്ലാത്തത് കൊണ്ടോ ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തും ഭാരതത്തിലെ എമ്പാടും ഒരു സംശുദ്ധ രാഷ്ട്രീയം സമൂഹത്തിലെത്തിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് BJP എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ തീർച്ചയായും ആ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ സന്ദേശം തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കാനുള്ള അവസരമായി ഈ രാഷ്ട്രീയ അവസരമായി അമിത്ഷായും അല്ലെ നേതാക്കന്മാരും ഒക്കെ തന്നെ അവരുടെ രാഷ്ട്രീയമായ നീക്കങ്ങളെ കുറിച്ച്, കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് ഏത് സംസ്ഥാനത്തും നീക്കങ്ങൾ നടത്താം. ആ നീക്കങ്ങൾക്ക് സമരസപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ വഴങ്ങുന്ന ഒരു കാലാവസ്ഥയാണോ ഇപ്പോൾ BJPക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണോ തമിഴ്നാട്ടിലുള്ളത്? നേരിട്ടല്ലെങ്കിൽ കൂടിയും പല നീക്കങ്ങളിലൂടെയും പല സാധ്യതകൾ കിടക്കുന്നു. അതൊക്കെ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥ അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ? രാധാകൃഷ്ണ മേനോൻ പറഞ്ഞ പോലെ ഒരു കാലത്ത് കാമരാജ് നാടാർ തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും അവസാനം 1977 ഭക്തവത്സലമാണ് കോൺഗ്രസിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ. നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ ധാരയിൽ നിന്ന് തമിഴ്നാട് വിട്ടുമാറി EV രാമസ്വാമി നായ്ക്കരാണ് അവിടെ ദ്രാവിഡ പാർട്ടികൾക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ EV രാമസ്വാമി നായ്ക്കർ തുടങ്ങി വെച്ച പ്രാദേശിക രാഷ്ട്രീയം അണ്ണാദുരയിലൂടെ കരുണാനിധിയിലെത്തി, പിന്നെ MGRലെത്തി, പിന്നെ ജയലളിതയിലെത്തി. അങ്ങനെ അതിൻ്റെ ഫ്രാക്ഷൻ ഇപ്പോൾ കേരള കോൺഗ്രസ് പോലെ ദ്രാവിഡ കഴകം EV രാമസ്വാമി നായ്ക്കറിൽ നിന്ന് അണ്ണാദുരയിലൂടെ ഇങ്ങനെ പല ആളുകളിൽ എത്തി നിൽക്കുകയാണ്. അതോടുകൂടി ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി തമിഴ്നാട്ടിൽ അവസാനിച്ചു. ഇന്ന് കോൺഗ്രസിനും അവിടെ വലിയ ശക്തിയില്ല. ഇപ്പോൾ പുതുതായി എമർജ് വന്നിരിക്കുന്ന BJPക്കും അവിടെ ശക്തിയില്ല. പക്ഷേ രാധാകൃഷ്ണ മേനോൻ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല. കാരണം ഇവർക്കെതിരെയുള്ള അഴിമതി കേസിൽ ഈ ജയലളിതയുടെ ഒരു ബിനാമി മാത്രമാണ് ശശികല. അപ്പോൾ ആദ്യം ശിക്ഷിക്കുന്ന, കൺവിക്റ്റ് ചെയ്യുന്നത് ജയലളിതയാണ്. ജയലളിതയെ ശിക്ഷിച്ചു. കൂടെ അവരോടൊപ്പം ശിക്ഷിക്കപ്പെട്ട അവരുടെ ബിനാമികളെന്ന് പറഞ്ഞിട്ടാണ് ഈ ശശികലയ്ക്ക് ആ പട്ടികയിൽ വരുന്നത്. അവിടെ കർണാടകത്തിൻ്റെ ഹൈക്കോടതി ആ വിധി റദ്ദാക്കിയതോടുകൂടി ഇവരെല്ലാം പ്രതിസ്ഥാനത്ത് നിന്ന് ഇല്ലാതായി. അങ്ങനെയാണല്ലോ ജയലളിതയെ വീണ്ടും ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്. അതുവരെ പനീർശെൽവമാണല്ലോ. അപ്പോൾ ജയലളിത അഴിമതി കേസിൽ നിന്ന് വിടുതൽ ചെയ്യപ്പെട്ടു, അവർ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നാണ് കർണാടക ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അതിനെതിരെ ഹർജി കൊടുക്കുന്നത്. അപ്പോൾ ജയലളിത സത്യപ്രതിജ്ഞ ചെയ്തു. ജയലളിത മരിച്ചില്ലെങ്കിൽ അവരാണ് മുഖ്യമന്ത്രി. അപ്പോൾ കർണാടക ഗവൺമെന്റിന്റെ അവിടുത്തെ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് മരിക്കുന്നവരെ ജയലളിത മുഖ്യമന്ത്രി ആയത്. അപ്പൊ ആ ആനുകൂല്യം ശശികലയ്ക്കും അവകാശപ്പെട്ടതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും രാഷ്ട്രീയമായ നീക്കം ഗവർണറിലൂടെ നടത്തുന്നുണ്ട്, ഇനിയും അത് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ രാധാകൃഷ്ണ മേനോൻ പറയുന്നത് സംശുദ്ധമായ രാഷ്ട്രീയം, ഞാനത് അംഗീകരിക്കുന്നു. സംശുദ്ധമായ രാഷ്ട്രീയം. അപ്പൊ ഈ കർണാടക ഗവൺമെന്റ് ആണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി പോയത്. ആ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ ഇങ്ങനത്തെ ഒരു വിധിയാണെന്ന് BJPക്കോ ഗവർണർക്കോ എങ്ങനെ പിടികിട്ടി? വിധി വരുന്ന അപ്പൊ ആ വിധി അതാണ് മുൻവിധി. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പോ കർണാടകത്തിലെ MLA-മാർ MLA ക്വാർട്ടേഴ്സിൽ താമസിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ താമസിക്കേണ്ടവരാണ്. അവരിപ്പോ റിസോർട്ടിലാണ് താമസിക്കുന്നത്. ആ റിസോർട്ടിന് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ സകല ഫെസിലിറ്റി ഉണ്ട്. എത്രായിരം കോടി രൂപയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി MLA-മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സംശുദ്ധ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ ഗവർണർ തയ്യാറായി എന്നാ പറയുന്നത്. അപ്പോ MLA-മാരെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്ത് അവർ കസ്റ്റഡി വെച്ചിരിക്കുക. ഇപ്പൊ കോടതി വിധി വന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവർ സറണ്ടർ ചെയ്യണമെന്ന വിധി. അവർ സറണ്ടർ ചെയ്തില്ല. അവർ കർണാടകത്തിൽ അവരുടെ ഒരു ബിനാമിയെ മുഖ്യമന്ത്രിയാക്കി അവർ ജയിലിനകത്തിരുന്ന ആ മുഖ്യമന്ത്രിയെ കൊണ്ട് കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കാനാണ് പോകുന്നത്. അതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പനീർശെൽവം ഒരു കാരണവശാലും തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാകാൻ അവൻ അനുവദിക്കില്ല. കാരണം ഒരു ദിവസമെങ്കിലും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് പനീർശെൽവം വന്നാൽ ജയലളിതയുടെ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ എൻക്വയറി നടക്കും. ആ ജുഡീഷ്യൽ എൻക്വയറി നടന്നാൽ പിന്നെ ആജീവനാന്തം അവർ ചെയ്യില്ല. കാരണം വളരെ ക്ലിയർ കേസാണ് അവരുടെ മരണം. ആ മരണം ഒരിക്കലും അന്വേഷിക്കാൻ പാടില്ല. എന്താ അന്വേഷിക്കുന്നു എന്ന് പനീർശെൽവം പറഞ്ഞപ്പോൾ ശശികലയുടെ കമന്റ്, ശശികല പറഞ്ഞത് ജയലളിതയുടെ ആത്മാവ് വേദനിക്കും. ജയലളിതയുടെ ആത്മാവല്ല വേദനിക്കുന്നത്, ശശികലയ്ക്കാ വേദനിക്കാൻ പോകുന്നത്. അപ്പോ ജുഡീഷ്യൽ എൻക്വയറി വരാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധം. ഒറ്റ കാര്യം പറയാം. 2, ജുഡീഷ്യൽ എൻക്വയറി 1. 2, അവർ താമസിക്കുന്ന പോയിസ് ഗാർഡൻ, അതിലെ വേദനിലയം സംസ്ഥാന ഗവൺമെന്റ് ഒരു സ്മാരകമാക്കും. ജയലളിതയുടെ കോടാനുകോടി രൂപയുടെ സ്വത്തുക്കൾ ജയലളിത സമ്പാദിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോ അവിടെ ഇപ്പോ പോലീസ് കാവലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒരു ദിവസം പനീർശെൽവം സത്യപ്രതിജ്ഞ ചെയ്താൽ വേദനിലയത്തിൽ നിന്ന് വെറും കയ്യുമായി ജയിലിലേക്ക് പോകേണ്ട സ്ഥിതി അവർക്കുണ്ടാകും. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. ഭൈമി കാമുകർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
പല നീക്കങ്ങളുമായി അവിടെ രാഷ്ട്രീയ നേട്ടം ഏറ്റവും കൂടുതലായി ഇനി തമിഴകത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത് ആരുടെ നീക്കങ്ങൾക്കായിരിക്കും? അവിടെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയുണ്ട്, ഒരു കക്ഷിയുണ്ട്. അവിടെ BJP കുതിക്കുന്നു, കോൺഗ്രസ് കിതച്ച് ഉള്ള MLA-മാരുമായി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് എങ്ങനെയാണ് തമിഴ് രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയായിരിക്കും? പ്രജീഷ, ഞാൻ തമിഴ് രാഷ്ട്രീയത്തിനെ കുറിച്ച് ഇപ്പോൾ കാണുന്നത് വ്യത്യസ്തമായ രീതിയിൽ. അതായത് ഈ ശശികല എന്ന് പറയുന്ന ഗുണ്ടാ നേതാവ്, ശശികല കാണിച്ചത് നമ്മൾ ഈ കാണ്ഡഹാറിൽ നമ്മുടെ ഒരു അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് നമ്മുടെ ഒരു ഫ്ലൈറ്റ് റാഞ്ചിക്ക് കൊണ്ടുപോയി 260ഓളം യാത്രക്കാരെ തടഞ്ഞു വെച്ചു. സൊമാലിയൻ തീരത്തു നിന്ന് നിരവധി കപ്പലുകൾ റാഞ്ചിക്കൊണ്ട് അവിടെ നിരവധി പേരെ തടങ്കലിൽ വെച്ചിട്ടുണ്ട്. പലരെയും വ്യക്തിപരമായിട്ട് തന്നെ പല ഗുണ്ടകളും പല റാഞ്ചൽ വിദഗ്ധന്മാർ റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ അതിനെ നിഷേധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമ്മുടെ NT രാമറാവിൻ്റെ കാലഘട്ടത്തിലും ഈ സമീപകാലത്ത് കർണാടകയിൽ നടന്നെങ്കിലും അതിനൊരു റാഞ്ചൽ നാടകമല്ലായിരുന്നു. ഗുണ്ടകളുടെ വലയത്തിൽ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വെളിയിൽ വന്നിരിക്കുന്നത് 3000ഓളം വരുന്ന ക്രിമിനൽസിൻ്റെ വലയത്തിൽ അവിടെ കുടവത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മനുഷ്യന് പോലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ തടങ്കിലാക്കിയിരിക്കുന്ന ഒരു ഗുണ്ടാ നേതാവ് ശശികല. ഞാൻ എൻ്റെ എളിയ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ പ്രവചിക്കുന്നു, ഇന്ന് ആ സ്ത്രീ അസ്തമിച്ചു പോയിരിക്കുന്നു. ഒരു സംശയമില്ല കാര്യത്തിൽ. അതിനൊരു തെളിവ് പറയാം. അതായത് ജയലളിത എന്ന് പറയുന്ന സ്ത്രീ ഒരു ഏകാധിപതിയെ പോലെ ആയിരുന്നു കഴിഞ്ഞ 3 തവണ, അതായത് ഈ കഴിഞ്ഞ 8 മാസവും അതിനു മുമ്പുള്ള 10 വർഷവും തമിഴ്നാട്ടിനെ ഭരിച്ചത്. ADMK എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിനൊരു പാരമ്പര്യമുണ്ട്. എന്താ അറിയോ? ADMKയുടെ തലപ്പത്തിരിക്കുന്ന MGR ആയാലും ഈ പറഞ്ഞ ജയലളിതയായാലും ഒരു ഏകാധിപതിയെ പോലെയാണ് ഭരിച്ചിരുന്നത്. അവർ ഒരു പിൻഗാമിയെ സൃഷ്ടിച്ചിട്ടില്ല. ഈ MGR പോലും ഒരു പിൻഗാമിയെ പാർട്ടിയിൽ 2ാമത്തെ സ്ഥാനക്കാരനെ കൊണ്ടുവന്നിട്ടില്ല. അതേസമയം ജയലളിത തൻ്റെ പിൻഗാമിയായിട്ട് അവരുടെ അറിവോടുകൂടി 2 പ്രാവശ്യം ഈ പന്നീർസെൽവത്തിനെയും അവരുടെ മരണത്തിന് ശേഷം അവിടെ സ്വാഭാവികമായിട്ടും അദ്ദേഹം രാത്രി 2 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഈ ശശികല എന്ന് പറയുന്ന സ്ത്രീയെ 2ാം വട്ടം പേസ് കാർഡിൽ നിന്ന് അടിച്ച് പുറത്താക്കിയപ്പോൾ അവരെ തിരിച്ചെടുക്കുമ്പോൾ പേപ്പറിൽ അവര് സ്റ്റാമ്പോടുകൂടി ഒപ്പിട്ടിരിക്കുന്നു, ഞാനിനി ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയോ അതിന്റെ പിന്നാമ്പുറത്തെ നാടകങ്ങളിലേക്ക് ഞാൻ പങ്കാളിയായാലും ആ സ്ത്രീ ഒപ്പിട്ട് കൊടുത്തു. അത് ഇപ്പോഴത്തെ പേപ്പർ കൊണ്ടല്ല, അന്ന് മാധ്യമങ്ങളിൽ വന്ന. ചുരുക്കത്തിൽ ശ്രീ റെജി ലൂക്കോസ്, ഒരു പിളർപ്പിലേക്ക് പാർട്ടി പോകും, ഒരു സംശയമില്ല. ADMK എന്ന് പറഞ്ഞ പാർട്ടിയുടെ അന്ത്യം ഇന്നത്തെ 11 മണിയുടെ സുപ്രീം കോടതി വിധിയോട് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പം കുറെ മണ്ടന്മാരായ കുറെ MLA-മാര് ഭീഷണിയുടെ പേരിൽ ഗുണ്ടകളുടെ കത്തിമുനയിൽ പേടിച്ചുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കുന്നല്ലാതെ കൊണ്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇനി ADMK ഒരു തിരിച്ചറിവില്ല. അവിടെ ഭാവനാസമ്പന്നനായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, ഞാൻ ഒരിക്കൽ ഈ ചർച്ചയിൽ പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്, മീൻസ് ഞാൻ അഭിപ്രായപ്പെട്ടതാണ്, അവിടെ സ്റ്റാലിൻ്റെ കാലമാണ്. കാരണം സ്റ്റാലിൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ 3 റാലികൾ നടത്തിയ ആളാണ്. തീർച്ചയായും ശ്രീ SB മധു, അതായത് നിങ്ങൾ ആ സ്റ്റാലിൻ്റെ പേരൊക്കെ പറയുമ്പോഴും ഈ ഗവർണറെ ന്യായീകരിക്കുന്നത്, ഇപ്പോഴും ഗവർണർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നു, ഗവർണർ നിലപാടിനെ ഒക്കെ തന്നെ ന്യായീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒറ്റയ്ക്ക് കടന്നു വരിക, അവിടെ ഇനി സാധ്യമായ രീതിയിലൊരു അരക്ഷിതാവസ്ഥ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുക, അതിനുശേഷം ഒരു തിരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാനുള്ള സാധ്യത, രാഷ്ട്രപതി ഭരണം വരാൻ പോകുമോ, അങ്ങനെയൊക്കെയുള്ള തന്നെ സാധ്യത നിങ്ങൾ തേടും. ഇല്ല എന്ന് പറഞ്ഞാൽ കൂടി അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകില്ലേ? അതിനുള്ള സാധ്യതകൾ കൂടി തെളിയുന്നില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ DMK സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ ശക്തമായ അടിത്തറയുള്ള പാർട്ടിയാണ്. DMKക്ക് ഇവരെ ഈ പന്നീർസെൽവത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയം മതി. DMKക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. DMKക്ക് അതിനുള്ള കഴിവും അതിനുള്ള ആൾബലവും അതിനുള്ള സാമ്പത്തികവും എല്ലാ സംവിധാനമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അങ്ങനെ ഒരു രാഷ്ട്രീയമായ കച്ചവടത്തിനോ കൂട്ടുകച്ചവടത്തിനോ DMK തയ്യാറല്ല. കാര്യം DMK 2 സീറ്റിൽ തമിഴ്നാട് നിയമസഭയിൽ ഇരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അന്ന് ആ DMKയുടെ കാലം അസ്തമിച്ചു എന്ന് വിധി എഴുതിയ പലർക്കും ഉള്ള ഒരു മറുപടിയാണ് DMK ഒറ്റയ്ക്ക് മത്സരിച്ചു. ഇന്ന് കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു. 98 സീറ്റിൽ ഇന്ന് തമിഴ്നാട്ടിൽ ഞങ്ങൾ നല്ല ശക്തമായ അന്തസ്സോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട്. DMKക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കൊട്ടാര വിപ്ലവം എന്തിനായിരുന്നു? ഈ ചോദ്യത്തിന് ആരും മറുപടി തരുന്നില്ല. എന്തിനാണ് പന്നീർസെൽവത്തിനെ ഒരു 2ാം നിര നേതാവായി ജയലളിത കണ്ടതുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാതെ പറഞ്ഞു പോയ ഒരു സംഗതിയാണ് ഈ പന്നീർസെൽവത്തിനെ മുഖ്യമന്ത്രിയാക്കിയത് 2 പ്രാവശ്യം. കാര്യം ജനങ്ങളത് മനസ്സിലാക്കട്ടെ. പാർട്ടിയിൽ പ്രത്യക്ഷത്തിൽ ഒരു 2ാമനെ സൃഷ്ടിച്ചൊരു കോലാഹലം സൃഷ്ടിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ. പന്നീർസെൽവത്തിനെ 2 പ്രാവശ്യം മുഖ്യമന്ത്രിയാക്കുമ്പോൾ സ്വാഭാവികമായും 2ാമൻ അദ്ദേഹം ആയിരിക്കും എന്ന് മനസ്സിലാക്കും. ആ ഒരു മാനസിക തലത്തിൽ വേണം ഇതിനെ കാണാൻ. നമ്മൾ രാഷ്ട്രീയ വിശകലനം മാത്രം പോരാ,
ഇതിനെ മറ്റൊരു തലത്തിലും കൂടെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ പോകുന്നത്, വരാൻ പോകുന്ന കേസുകളുടെ മലവെള്ളപ്പാച്ചിലാണ്. ശേഖർ റെഡ്ഡി എന്ന് പറയുന്ന ആരാണ്? എടപ്പാടി പളനിസ്വാമിയുടെ ഒരു സ്വന്തം ആളാണ്, ശശികലയുടെ ബിനാമിയാണ്. 500 കോടിയിലധികം ആസ്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. 120 കിലോ സ്വർണം, 180 കോടിയുടെ കള്ളപ്പണം, അതും പുതിയ 2000 രൂപ നോട്ട്, ദുബായിൽ 1800 കോടി വില വരുന്ന ഹോട്ടൽ സമുച്ചയങ്ങൾ. ഇതെല്ലാം ഇനി ഉടനെ അന്വേഷണത്തിൻ്റെ മലവെള്ളപ്പാച്ചിൽ ADMK എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. അഡ്വക്കേറ്റ് ജെയ്മോൻ, അതായത് ഈ ഒരു 2 തരത്തിലേക്ക് ഒരു പക്ഷേ വിധിന്യായത്തിൽ 2 ജഡ്ജിമാർ പോയേക്കാം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതൊന്നുമല്ലാതെ ഏകാഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹൈക്കോടതി വിധി വന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ സംശയിച്ചത് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യമാണ്. അതായത് ഈ ജുഡീഷ്യറിയെ പോലും എടുത്തുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അന്ന് ചോദിച്ചത്. ആ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഇടനിലക്കാരെ വെച്ചൊക്കെ തന്നെ നീക്കങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള വ്യക്തികളായിരുന്നു അന്നൊക്കെ തമിഴ്നാട്ടിലുള്ളവരൊക്കെ. ഇന്ന് അതിനൊക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലായി വിധി മാറുകയാണോ? അന്നത്തെ ഹൈക്കോടതി വിധിയുടെ വീഴ്ചകൾ ഒരു പക്ഷേ എങ്ങനെയായിരിക്കും? കാരണം പൂർണ്ണമായും അതില്ലാതായി കീഴ്ക്കോടതിയിലെ വിധിയിലേക്കാണ് ശരിവെച്ചിരിക്കുകയാണ് ആ വിധി. തീർച്ചയായും ഈ ഹൈക്കോടതിയെ വിലക്കെടുത്തോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. അല്ലല്ല, ജനത്തിന്റെ ഒരു സംശയം, താങ്കൾക്ക് അത് പറയാൻ കഴിയില്ലെങ്കിൽ ഈ അന്ന് തന്നെ ഈ ഉണ്ട് തീർച്ചയായും സംശയം അന്ന് വളരെ ശക്തമായി അന്ന് ആ കേസിലെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നുള്ളവർ ഈ ദേശീയ ചാനലിൽ വന്നിട്ട് പല ചാനലുകളിൽ വന്നിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി വരുന്നത് 8.12% മാത്രമാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്, അതായത് അനധികൃതമായി അധികം സ്വത്ത് ഉള്ളത് എന്ന ഒരു ഫൈൻഡിങ് ആയിരുന്നു, ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതിയുടെ വിധിയിലുണ്ടായിരുന്നത്. അത് അരിത്തമെറ്റിക്കലി റോങ് ആണ്. അതായത് കണക്ക് കൂട്ടുമ്പോൾ 0 ഇടുന്ന പ്ലേസ് മാറി പോയിട്ടാണ് ആ സംഗതി, ആ കാൽക്കുലേഷൻ ഉണ്ടായത് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അന്ന് നാഷണൽ ചാനൽ NDTV-ലോ മറ്റോ ആണ് തോന്നുന്നത്, അതിനകത്ത് അതിന്റെ പ്രോസിക്യൂട്ടർ തന്നെ അന്ന് വ്യക്തമാക്കി ആ ജഡ്ജ്മെന്റിലെ പാറ്റന്റ് എറർ ആയിരുന്നു അത്. അങ്ങനെ ഒരു എറർ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ എന്താ പറയാ, നമുക്ക് ഒരു സംശയം ഉണ്ടാക്കാവുന്ന സാധ്യതയാണ്. പക്ഷെ ഞാൻ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് അറിവില്ല, അതുകൊണ്ട് കടക്കുന്നില്ല. പക്ഷേ ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ടുള്ള ഒരു വിധിയാണ് ഈ കേസിൽ. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ടുള്ള ഇതുണ്ട്. അതായത് 10% വരെയുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് ഒഫൻസ് അല്ല എന്നുള്ള ഒരു നിയമപരമായ ഇതിനെ മാത്രം മുതലെടുത്തുകൊണ്ട് ഈ കേസിൽ സ്ട്രാറ്റജിക്കലായിട്ട് ജയലളിതയുടെ ഭാഗത്തിന് ജയലളിത അല്ലെങ്കിൽ ശശികലയുടെ ഭാഗത്തിന് സംഭവിച്ചോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതായത് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ് ഉണ്ട് എന്നുള്ള ഒരു ഫൈൻഡിങ്ങിനെതിരായിട്ടുള്ള അവരുടെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നില്ല സുപ്രീം കോടതിയിൽ. പക്ഷേ ഈ പെർസെൻറ്റേജ്, അതായത് ഹൈക്കോടതിയുടെ വിധി പറയുന്നത് 8.12% ഉണ്ട്, പക്ഷേ അത് 10% താഴെ ആയതുകൊണ്ട് ഒരു ഒഫൻസ് അല്ല എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ നിരീക്ഷണം. പക്ഷേ ഇത് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റേ ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു ഒബ്ജക്ഷൻ സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനകത്ത് 536-ാമത്തെ പാരഗ്രാഫിലാണെന്ന് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ്ലി ഇവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നുള്ള വാചകം ഈ ഹൈക്കോടതിയിൽ പറയുന്നുണ്ട്, സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ തുടർച്ചയായി പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ നേരത്തെ ശ്രീമാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ കാര്യം വളരെ അടിവരായിട്ടത് നമ്മൾ ചർച്ചയിൽ പലപ്പോഴും വിട്ടുപോകുന്ന കാര്യമാണ്. ജയലളിതയെ അബറ്റ് ചെയ്തുകൊണ്ട് 109 ഇന്ത്യൻ പീനൽ ശിക്ഷാ നിയമത്തിലെ 109-ാം വകുപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, ഇവരാരും പൊതുപ്രവർത്തകരല്ല, ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്ന 2 മുതൽ 4 വരെ പ്രതികൾ പൊതുപ്രവർത്തകരെന്ന നിർവചനത്തിൽ വരുന്നില്ല. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് പൊതുപ്രവർത്തകയായ ജയലളിതയെ അബറ്റ് ചെയ്തു, അവരെ പ്രേരിപ്പിച്ചു, അഴിമതി നടത്താൻ പ്രേരിപ്പിച്ചു, ഡിസ്പ്രപ്പോർഷൻ അസറ്റ് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതിന്റെ പേരിലാണ് ഇവരെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് ഓ പനീർസെൽവം ഇന്ന് അവകാശപ്പെടുന്ന പോലെ ഇത് തമിഴ്നാട് ജനതയെ അങ്ങനെ കാത്തിരിക്കുന്ന വിധിയാണെന്ന് പറയാൻ കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഓ പനീർസെൽവം ഇന്ന് ജയലളിത ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് രാത്രി സത്യപ്രതിജ്ഞ ചെയ്തേനെ. അപ്പോൾ അന്ന് ഏതായാലും ഈ വിധി ഇങ്ങനെ വന്ന സ്ഥിതിക്ക് ജയലളിതയെ ശിക്ഷിക്കുകയും ചെയ്തേനെ. അപ്പോൾ ജയലളിത അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള വ്യക്തമായ ഡിസ്കഷനാണ് ഈ ജഡ്ജ്മെന്റിൽ 560 പേജിലുള്ള ജഡ്ജ്മെന്റിൽ മുഴുവനുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, ജസ്റ്റിസ് അമിതാഭ റോയിയുടെ ഒരു കൺകറിൻ സെപ്പറേറ്റ് ജഡ്ജ്മെന്റ് ഉണ്ട്, 6 പേജ് 7 പേജുള്ള ജഡ്ജ്മെന്റ് ഉണ്ട്. അതിലുപയോഗിച്ച ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ച് വളരെയധികം ആക്ഷേപമുണ്ട്. കാരണം സാധാരണ ജനങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിൽ ഇത്രയധികം ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കണം. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുജനങ്ങൾ എങ്ങനെ പെരുമാറണം,
അത് നമ്മൾ ഈ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ഓർക്കണം, ജയലളിതയെ നമ്മൾ വിശുദ്ധയാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള ആളുകളെ ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണമെന്നുള്ള ശക്തമായ ആഹ്വാനം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ അടുത്ത കാലത്ത് കൊണ്ടിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ജനങ്ങളെ ആഗ്രഹിച്ച ജനങ്ങളുടെ താല്പര്യത്തിന് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിധിയായിട്ട് വേണം ഈ വിധിയെ കാണാൻ. ഇതിനകത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതായത് ഇനി 8 നമ്പരേ ഉള്ളു, 8 ആണെങ്കിൽ കൂടിയും പനീർശെൽവത്തിന് ഒരു ബാക്ക് സപ്പോർട്ട് സെൻറ്റർ കൊടുത്താൽ ഇവിടെ നിങ്ങളുടെ കൂടി ഒരു നിലപാട് എങ്ങനെ വരും? സസൂക്ഷ്മം ശശികലയുടെ വിധി വരാൻ കാത്തിരിക്കുകയായിരുന്നു. വന്നതിന് ശേഷവും ഇനി ഒരു നിലപാടിലേക്ക്, കാരണം ചിദംബരം അവിടെ ഡൽഹിയിലേക്ക് കൊടുക്കുന്ന മെസ്സേജ് ഉണ്ട്, അത് എന്താണ് നിലപാടെന്നൊക്കെ തന്നെ അതിലൊരു ആശയക്കുഴപ്പമൊക്കെ തന്നെ നിലനിന്നിരുന്നു. PCC അധ്യക്ഷൻ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെ ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു നിലപാടിലേക്ക് 8 നമ്പറാണെങ്കിലും നിർണായകമായേക്കാം ഒരു പക്ഷേ, എങ്ങനെ സ്വീകരിക്കും? അല്ല, തമിഴ്നാട് ഇന്നത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടില്ല. ആ തീരുമാനമെടുക്കാത്തതുകൊണ്ടാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. അവിടുത്തെ PCC പ്രസിഡന്റ് എന്നും തികച്ചും വിഭിന്നവും വ്യത്യസ്തമായ അഭിപ്രായമാണ് നമുക്കറിയാം ചിദംബരം പ്രകടിപ്പിച്ചിട്ടുള്ളത്. മറ്റു ചില നേതാക്കന്മാരും വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ കാരണം ഹൈക്കമാൻഡ് ഈ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ശ്രീ സ്റ്റാലിൻ എടുത്ത നിലപാട് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ധർമ്മമാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് അവിടെ വന്നിരിക്കുന്നു. ആ പൊളിറ്റിക്കൽ ക്രൈസിസിൽ ഒരു കാരണവശാലും ശശികല അവിടുത്തെ മുഖ്യമന്ത്രി ആകരുത്. ഇനി പനീർശെൽവം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ധർമ്മമാണ് തൽക്കാലം ഒരു ക്രൈസിസ് ഉണ്ടാകാതെ ഒരു ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു MLA പോലും ഇല്ലാത്ത BJPയുടെ നീക്കത്തെ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ഒരു കാരണവശാലും നമ്മുടെ പ്രതിപക്ഷ നേതാവ് സ്റ്റാലിൻ പനീർശെൽവത്തിന് പിന്തുണ കൊടുത്താലും കോൺഗ്രസിന്റെ ഈ പറയപ്പെടുന്ന നാമമാത്രമായ MLA-മാരുടെ പിന്തുണ കിട്ടിയാലും അവിടെ ഒരു ഗവൺമെന്റ് പനീർശെൽവത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ ഈ 134 MLA-മാരുടെ 1/3 അംഗങ്ങൾ അവർ രാജിവെച്ച് പനീർശെൽവത്തോടൊപ്പം വരണം. അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ കൂറുമാറ്റ നിരോധന നിയമം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പറയപ്പെടുന്ന 135 ഒരാൾ മരിച്ചു, ബാക്കി 134, അതിൽ 10 or 11 വന്നിട്ടുള്ളൂ. അതിലെ 1/3 MLA-മാർ ഈ പനീർശെൽവത്തോടൊപ്പം വന്നില്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവരെല്ലാവരും അയോഗ്യരാകപ്പെടും. 5 or 10 or 15 വന്നു കഴിഞ്ഞാൽ അവരെല്ലാം അയോഗ്യരാകപ്പെടും. അപ്പം 134-ന്റെ 1/3 പറയുമ്പോൾ ഏതാണ്ട് 44, 43-നും 45-നും ഇടയ്ക്കുള്ള അംഗബലം ഉണ്ടാകണം. അപ്പൊ അത്ര MLA-മാർ AIDMK വിട്ട് പനീർശെൽവം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷം ശശികല ഈ റിസോർട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. ക്യാമ്പ് ചെയ്ത് അവർ വാഹനങ്ങൾ അവിടെ പിടിച്ചിട്ടിരിക്കുക. എന്തിനാ പിടിച്ചിട്ടേക്കുന്നത്? ഈ ഒരു MLA-മാരെ പനീർശെൽവം കാണാൻ പാടില്ല, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർ കാണാൻ പാടില്ല, ഗവർണർ കാണാൻ പാടില്ല. എങ്ങനെയെങ്കിലും ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാനുള്ള അവസരം കിട്ടിയാൽ ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്തി മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിച്ച് ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നത് വരെ ജയിലിൽ പോകാതെ ഇവിടെ കഴിച്ചു കൂട്ടാൻ അവർ ശ്രമിക്കും. 4 ആഴ്ച സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ട് കീഴടക്കണമെന്ന് പറഞ്ഞു. അവർ അവസാന ശ്വാസം വരെ ഒന്നുകിൽ ആശുപത്രി കിടക്കും, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി കിടന്ന് ഈ MLA-മാരും പനീർശെൽവവുമായി ബന്ധപ്പെടാൻ ഒരു അവസരം ഉണ്ടായാൽ ഈ 3/1 പറയുന്ന അംഗബലം ഒരു പ്രശ്നമേ അല്ല. അവരെല്ലാവരും പനീർശെൽവത്തോടൊപ്പം വരും. പനീർശെൽവത്തോടൊപ്പം ഈ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടും MLA-മാർ പോകാതിരിക്കാനുള്ള കരുതൽ തടങ്കൽ അവരെടുത്തിരിക്കുന്നു. ആ തടങ്കൽ നിലനിൽക്കുന്നിടത്തോളം കാലം DMK പിന്തുണച്ചാലും കോൺഗ്രസ് പിന്തുണച്ചാലും ഗവർണർ പിന്തുണച്ചാലും BJPയുടെ കേന്ദ്ര നേതൃത്വം പിന്തുണച്ചാൽ സത്യപ്രതിജ്ഞ നടക്കില്ല. അവിടെ ഭരണഘടനയുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട് ഈ പറയപ്പെടുന്ന ആളിനെ വിളിക്കാൻ പറ്റും. അയാള് അങ്ങനെ വന്നാൽ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അതിലേക്ക് പോയാൽ യുക്തിപരമായി ഒരു പക്ഷേ BJP ആഗ്രഹിക്കുന്ന പോലെ DMK ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സാധ്യതകളിലേക്ക് എത്തുമോ സംസ്ഥാനത്തെ സ്ഥിതി? ഞാൻ സൂചിപ്പിച്ചതാണ്. ഇപ്പൊ അഴിമതി എന്ന് പറഞ്ഞാൽ ജയലളിത വലിയ അഴിമതിക്കാരിയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. ജയലളിതയുടെ ബിനാമി മാത്രമാണ് ശശികല.
ശശികലയുടെ ബിനാമിയാണ് ഇപ്പൊ സത്യം ചെയ്യാൻ പോകുന്ന മുഖ്യമന്ത്രി. അയാൾ അഴിമതി കേസ് പ്രതിയാണ്. അതെ. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അയാൾക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. അതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഗവർണർ സ്വീകരിക്കുന്ന നടപടി നിയമസഭ പിരിച്ചുവിടണം. കാരണം സംശുദ്ധമായ ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് തമിഴ്നാട്ടിൽ BJP ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ആണ് അവിടെ. ആ ക്രൈസിസിൽ കൊള്ളക്കാരുടെ കയ്യിലേക്ക് അധികാരം പോകാതിരിക്കണമെങ്കിൽ സഭ തീർച്ചയായും ഇടവേളയ്ക്ക് ശേഷം ശ്രീ രാധാകൃഷ്ണ മേനോനിലേക്ക് ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഈ യുക്തിക്ക് അനുസരിച്ച് ഗവർണർ എടുക്കേണ്ട തീരുമാനം നേരത്തെ ഉണ്ണിത്താനൊക്കെ പറഞ്ഞതുപോലെ നിലപാട് ആർജവത്തോടെ എടുക്കണമായിരുന്നു. അല്ലാതെ ഇനിയും താമസിപ്പിച്ച് അതിൽ നിന്നുള്ള രാഷ്ട്രീയ ആനുകൂല്യത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു തെറ്റായ സന്ദേശം നൽകുന്നത് ശരിയാണോ? എടുക്കേണ്ട തീരുമാനം അടിയന്തരമായി. അല്ല, തീർച്ചയായിട്ടും ഗവർണർ അടിയന്തര സ്വഭാവത്തിൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ആക്ട് ചെയ്യും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. പിന്നെ നമ്മെ സംബന്ധിച്ച് തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതിനെ നോക്കിക്കാണുമ്പോഴും നമുക്കും സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ ഭാവിയിൽ തമിഴ്നാടും സ്വീകരിക്കേണ്ടുന്ന ഒരു വലിയ സന്ദേശം. കാരണം DMK അണ്ണാ DMK രാഷ്ട്രീയം, ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ജയലളിത കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ജയലളിതയും ശശികലയും ചേർന്ന് നടത്തി എന്നുള്ള കണക്കൊക്കെ ഇവിടെ പറയുമ്പോൾ DMKയെ സംബന്ധിച്ച് DMK 3G 2G ഇടപെടൽ അടക്കം എത്രയോ കോടികളുടെ അഴിമതിയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും അഴിമതിയുടെ ഒരു രാഷ്ട്രീയത്തെ സമൂഹത്തിൽ നിർബന്ധിതമായി സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് തമിഴ്നാട് ജനത അകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തായാലും ഇപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഒരു സംശുദ്ധ രാഷ്ട്രീയം, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിൻ്റെ ഉന്നതമായ നേതാക്കളടക്കം നേതൃത്വം കൊടുക്കുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ഇതേ രീതിയിലുള്ള ഒരു അഴിമതി രാഷ്ട്രീയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം വന്ന ഈ ദ്രാവിഡ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ ഈ പ്രാദേശിക രാഷ്ട്രീയത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് വന്നപ്പോൾ കേന്ദ്രത്തിലെ കോൺഗ്രസും അവസാനം DMKയുമായി ചേർന്നുകൊണ്ട് നടത്തിയ ഈ ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് 3Gയുമായി ബന്ധപ്പെട്ടൊക്കെ വന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള അഴിമതികളിൽ ഈ DMKയും അണ്ണാ DMKയും തമിഴ് ജനതയെ നിർബന്ധിതമായി അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന അന്തരീക്ഷം. അതിനപ്പുറത്ത് ആ സമൂഹത്തിന് അഴിമതിയില്ലാത്ത ഒരു ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാനും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കണ്ടെത്താനുമുള്ള ഒരവസരം കൂടിയായി ഭാവിയിലെങ്കിലും ഈ ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന രാഷ്ട്രീയത്തിൽ ഇടയാവും എന്ന ശുഭപ്രതീക്ഷയാണ് സത്യത്തിൽ വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. കാരണം ശ്രീ റെജി ലൂക്കോസ്, ഈ ജീർണിച്ച രാഷ്ട്രീയം, ദ്രവിഡൻ രാഷ്ട്രീയം, അത് പുതുമയല്ല. ഇനിയെങ്കിലും ഇനി വരാൻ പോകുന്ന, അതായത് നിലപാടുകളാണ് ഇനി വേണ്ടത്, രാഷ്ട്രീയ നിലപാടുകൾ, ഇച്ഛാശക്തിയോട് കൂടിയുള്ള അങ്ങനെയുള്ള നിലപാടുകൾ വരുമോ? അതോ നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ സൂചിപ്പിച്ചതുപോലെ സത്യപ്രതിജ്ഞ പോലും നടക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും? ആ യുക്തിപരമായി ചെയ്യേണ്ടത് നിയമസഭ പിരിച്ചുവിട്ട് ഒരു സാഹചര്യം ഒരുക്കുക. എന്താണ് വേണ്ടത് അടിയന്തരം? അല്ല, തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ആ കാര്യത്തിലൂടെ ഞാനും അടിവരായിട്ട് സമ്മതിക്കുന്നത്. കാരണം സുപ്രീം കോടതി ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന് 128 കോടി ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുത്തു. എന്താ അറിയോ? ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരല്ല ഇന്ത്യൻ ജനാധിപത്യത്തിനെയും രാഷ്ട്രീയത്തിനെയും ഒരു കച്ചവടവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയതായിട്ട് ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ഇതൊരു പ്രൊഫഷണൽ കച്ചവടമായിട്ട് മാറിയിട്ടുണ്ട്. അതല്ല വേണ്ടത്. അങ്ങനെയുള്ളവരെ പിന്നെ ചെവിക്ക് പിടിച്ച് ജയിലിലേക്ക് ഇടുന്ന ഒരു മെസ്സേജ് ഇന്ത്യക്ക് നൽകിയ ഒരു വലിയ വിധിയായിരുന്നു. അപ്പോൾ ഇനി രാധാകൃഷ്ണൻ മേനോൻ പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. അതങ്ങനെ ഈ രണ്ട് DMKയുടെ അണ്ണാ DMK രണ്ട് ഘടകങ്ങളെയും പിന്നെ കൊള്ളക്കാരാണെന്നും അവരെല്ലാം മാറി ഒരു BJPയിലേക്ക് കടന്ന് പിന്നെ എന്തെങ്കിലും അവിടെ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. പക്ഷേ ദ്രവിഡൻ കൾച്ചർ, ദ്രാവിഡ പാരമ്പര്യം ഒരിക്കലും BJPക്ക് അവിടെ വേറെ വെക്കാനുള്ള സാധ്യതയില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തമിഴ്നാടിൻ്റെ സംസ്കാരം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ അവിടെ നടക്കേണ്ടത്, അവിടെ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ച രാഷ്ട്രീയ അപക്വത ഒരു 6 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഒന്നുമില്ലെങ്കിൽ ശശികലയ്ക്കോ അല്ലെങ്കിൽ പന്നീർസെൽവത്തിനോ അവിടെ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനുള്ള അവസരം കൊടുക്കേണ്ടിയിരുന്നു. അത് 1ാം സ്ഥാനത്ത് പന്നീർസെൽവമായിരുന്നു. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഈ ഗതികേട് തമിഴ്നാട് ജനതയ്ക്ക് ഉണ്ടാകത്തില്ല. അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ നാടകങ്ങളും അവിടെ കൊള്ളയടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരു പിന്നെ ഭീകരമായിട്ടുള്ള നമ്മുടെ മെക്സിക്കൻ മാർക്കോസിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു കൊള്ളക്കാരി ജനാധിപത്യത്തിൽ ആദ്യമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ തടവറയിൽ MLA
MLA-മാരെ ചുറ്റും ഇരിക്കുന്ന ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാകത്തില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ പാരമ്പര്യം നിങ്ങൾ പഠിക്കണം. തമിഴ്നാട്ടിൽ ഡെവലപ്മെന്റ്സ് ഇന്ന് വരെ ഉണ്ടായിരിക്കുന്നത് DMK ഭരിക്കുമ്പോഴാണ്. ഈ ജയലളിത എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഭരിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ മുഴുവനും ചില ഗിമ്മിക്സുകൾ, ചില മുട്ടായികളും ചില സൈക്കിളുകളും ഒരു താലിമാലയെ കൊടുത്ത് ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് താത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണമായിരുന്നു അവിടെ. വസ്തുതയാണ്. പക്ഷേ കൊള്ളയടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും DMK ഭരിക്കുന്ന കാലത്താണ് 3 സെക്ടറിൽ ആ സംസ്ഥാനം കൊടുമുടി കയറിയത്. ഒന്ന് IT സെക്ടർ, രണ്ടാമത് വാഹന വിപണി, മൂന്നാമത് റോഡുകൾ. ലോകത്തിന് മാതൃകയാണ് തമിഴ്നാട്ടിലെ റോഡുകൾ. ഈ 3 കാര്യങ്ങളുമാണ് ഒരു അടിസ്ഥാനപരമായിട്ടൊരു സംസ്ഥാനത്തിന്റെ വികസനത്തിൽ വരേണ്ടത്. വ്യവസായവൽക്കരണവും പിന്നെ റോഡിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അന്യദേശങ്ങളിലേക്കുള്ള ആൾക്കാരുടെ ഒഴുക്ക് കേരളത്തിന് പോലും വെല്ലുവിളിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ കാഴ്ചവെച്ചത് DMK. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻപ്പെടാത്ത ഒരു നേതാവായിട്ട് DMK-യുടെ വരും, ഒരു തർക്കമില്ല. ശ്രീമതി TT ഉഷ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഇനി രാഷ്ട്രീയ കാതോർക്കൽ അത് എവിടെ നിന്നാണ്? ADMK-യുടെ ഭാവി എങ്ങനെ? വളരെ ചുരുക്കി. ഇപ്പൊ തന്നെ 50 MLA-മാര് OPS-ന്റെ കൂടെ ഉണ്ടെന്നാണ് ഇവിടെ തന്നെ എഴുതി കാണിക്കുന്നത്. അത് ഏകദേശം അങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ, അതായത് ഫ്ലോർ ടെസ്റ്റ് നടത്തിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. അതെ, അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ജനവിധി തേടും. അങ്ങനെയാണെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടാകുമോ? അങ്ങനെ കരുതാൻ കഴിയുമോ നമുക്ക്? ഒരിക്കലും കരുതില്ല. കാരണം പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് നമ്മുടെ ചീഞ്ഞു നാറിപ്പോയി ADMK-യുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതെ, അതിന്റെ അകത്തായിരുന്നു അടി നടന്നത്, അതിന്റെ പുറത്തല്ല. TT ഉഷയൊക്കെ തന്നെ നാളെ DMK-യിലൊക്കെ വിട്ട് മാറിയേക്കാം. ഒരിക്കലുമില്ല. കാരണം 26 വർഷമായി ഞാൻ ചെന്നൈയിൽ നിന്ന് തുടങ്ങിയ എൻ്റെ DMK, അമ്മ മരിച്ചു പോയെങ്കിലും അതൊരു വേറെ സത്യം. എങ്ങോട്ടും പോവില്ല, ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. അതില്ലാതെ എന്ത് ചെയ്യും? പാർട്ടി വേണ്ട, കൂലിപ്പണിയെടുത്ത് നമുക്ക് ജീവിക്കാലോ. പാർട്ടിയിൽ ഇന്ന് വരെ ഒരു 5 പൈസ മേടിക്കാത്ത ഒരാളായത് കൊണ്ടാണ്, പാർട്ടി തരുന്ന ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇന്ന് ഓരോ ചാനലിലെ 8 ചാനലിൽ 9 ചാനലിൽ എന്നെ വിളിക്കുന്നത്. അവസാനമായി ശ്രീ 20 സെക്കൻഡ് എടുത്തുകൊണ്ട് ശ്രീ അഡ്വക്കേറ്റ് ജയ്മോൻ, അതായത് ഇനി അടുത്ത പുനഃപരിശോധന ഹർജിയിലേക്ക് പോകാൻ പോകുന്നു. ഇതൊക്കെയുള്ള സാധ്യതകൾ മാത്രമാണ്. അതിനൊന്നും ഒരു അർത്ഥവും ഉണ്ടാകില്ല എന്ന് തന്നെയാണോ? പൂർണ്ണ വിധി വന്നിരിക്കുന്നു, നിയമത്തിന് പൂർണ്ണമായും വഴങ്ങുക? ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ശശികലയുടെയും അവരുടെയും ഭാവി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. നമുക്കറിയാൻ വേണ്ടി സാധിക്കും. പുനഃപരിശോധന ഹർജി എന്നുള്ളൊരു ഓപ്ഷൻ മുന്നിലുണ്ട്. പക്ഷെ അത് ലക്ഷത്തിലൊന്നു പോലും ക്രിമിനൽ കേസിൽ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതി അംഗീകരിക്കപ്പെട്ടില്ല. ഈ വിധി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഹൈക്കോടതി വിധി ആയിരുന്നു അത്ഭുതം. അല്ലാതെ സുപ്രീം കോടതി വിധിയിലും ട്രയൽ കോർട്ട് ജഡ്ജ്മെന്റ് ഇക്കാര്യത്തിലും യാതൊരു അത്ഭുതത്തിലുള്ള വകയുമില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, ഒരു 0 മനഃപൂർവ്വമോ അല്ലാതെയോ ഇട്ടിരിക്കുന്ന ഒരു 0 ഇട്ട സ്ഥലം മാറിപ്പോയത് കൊണ്ട് മാത്രമാണ് ഹൈക്കോടതി വിധി സാങ്കേതികമാണത്. അതുകൊണ്ട് പുനഃപരിശോധനാ ഹർജി, അത് കഴിഞ്ഞ് തെറ്റ് തീർപ്പ് ഹർജി, ഇതൊക്കെ ഓപ്ഷനാണ്, അവർക്ക് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാന കാരണം ലില്ലി തോമസ് കേസിലെ വിധി കാരണം 10 വർഷത്തേക്ക് ഇനി അവർ ഈ ശശികല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അയോഗ്യതയാണ്. അതുപോലെ അതായത് മുഖ്യമന്ത്രി പോലുള്ള ഏത് പോസ്റ്റ് എടുക്കുന്നതിലും ജനാധിപത്യത്തിൽ അതുകൊണ്ട് അതായത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സവിശേഷ ശ്രേഷ്ഠമായ ആ നിലപാട് കൂടി ഈ വിധിക്കൊപ്പം ചേർത്ത് വായിച്ചുകൊണ്ട് തന്നെ വിലയിരുത്തപ്പെടേണ്ടി വരും. ചർച്ചയിൽ പങ്കുചേർന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, ഒപ്പം തന്നെ റെജി ലൂക്കോസ്, TT ഉഷ, SP മധു, അഡ്വക്കേറ്റ് ജയ്മോൻ, നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തികളൊപ്പം തന്നെ BJP നേതാവ് രാധാകൃഷ്ണ മേനോൻ നന്ദി അറിയിക്കുന്നു. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.